ക്രിക്കറ്റ് ടോക്സ് വിത്ത് നമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് IPL പവർ റാങ്കിങ് എടുത്തു നോക്കിയാലോ? പവർ റാങ്കിങ് കൂടുതൽ കിരീട സാധ്യത എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാ റൗണ്ടുകളും പവർ റാങ്ക് എടുക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് 8 റൗണ്ട് മത്സരം കഴിഞ്ഞ് ശരിയാണ് SRH രാജസ്ഥാൻ 9 റൗണ്ട് മത്സരം കളിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ആഫ്റ്റർ റൗണ്ട് 8 പവർ റാങ്ക് എടുക്കാം. പോയിന്റ് ടേബിൾ പോലെ ആയിരിക്കില്ല പവർ റാങ്കിങ്. പോയിന്റ് ടേബിൾ കടന്നാൽ പോയിന്റ് ടേബിൾ ഇപ്പൊ 10ാം സ്ഥാനത്ത് ലക്നൗ ആണുള്ളത്. അവർക്ക് 8 കളിയിൽ 2 വിജയവും 6 പരാജയവുമാണുള്ളത്. അങ്ങനെ 4 പോയിന്റാണ്. കൊൽക്കത്ത 9ാം സ്ഥാനത്ത് മുംബൈക്കാണ്. മുംബൈ 8 കളി 2 വിജയം 6 പരാജയം 4 പോയിന്റ്. KKR 8 കളി 2 വിജയം 6 പരാജയം 5 പരാജയം 1 കളി മഴ പെയ്തു, അങ്ങനെ 5 പോയിന്റ്. 7ാമത് DC 8 കളി 3 വിജയം 5 പരാജയം 6 പോയിന്റ്. CSK 8 കളി 3 വിജയം 5 പരാജയം 6 പോയിന്റ്. GT 8 കളി 4 വിജയം 4 പോയിന്റ് 8 പോയിന്റ് 4 പരാജയം 4 വിജയം 8 പോയിന്റ്. 5ാം സ്ഥാനത്ത് എത്തുമ്പോൾ രാജസ്ഥാൻ 9 കളി 6 വിജയവും 3 പരാജയവുമായി 12 പോയിന്റ്. SRH 9 കളി 6 വിജയം 3 പരാജയവുമായി 12 പോയിന്റും. RCB 8 കളി 6 വിജയം 2 പരാജയവുമായി 12 പോയിന്റ്. RCB രണ്ടാമത്. PBKS ഒന്നാമത് കളിച്ച 8 കളിൽ 6 വിജയം 1 പരാജയം 1 കളി മഴ പെയ്തത് 13 പോയിന്റുമായി PBKS. നമുക്കൊന്ന് പവർ റാങ്കിങ് നടക്കാം. പവർ റാങ്കിങ്ങിലേക്ക് വന്നാൽ 10ാം സ്ഥാനം നമ്മൾ കാണുന്ന ടീം നിലവിൽ LSG തന്നെയാണ്. LSG ശരിയാണ്, അവർക്ക് ഇപ്പൊ മികച്ച സാധ്യത കാണില്ല. കഴിഞ്ഞ കളി അവർ പരാജയപ്പെടുന്ന കാഴ്ചകളിൽ സൂപ്പർ ഓവറിലാണ് അവർ പരാജയപ്പെട്ടത്. എങ്ങനെയാണ് പരാജയപ്പെട്ടത്? അതായത് ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുന്ന നിക്കോളാസ് പൂരനെയാണ് ഇറക്കിവിട്ടത് സൂപ്പർ ഓവറിൽ നരയിലെതിരെ. ഫസ്റ്റ് പന്തിൽ അദ്ദേഹം ഔട്ടാവും. അതേ സീസണിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കൂടുതൽ ചാൻസ് ഇത്തവണ കാണുന്ന ഏരിയയിലെ മുന്നോട്ടുള്ള ബോട്ട് വലിയ എളുപ്പമായിരിക്കില്ല LSG സംബന്ധിച്ചിടത്തോളം. 9ാം സ്ഥാനം നമ്മൾ വരുന്നത് KKR കഴിഞ്ഞ സൂപ്പർ ഓവറിൽ LSG പരാജയപ്പെടുത്തി. പക്ഷെ എന്നാൽ പോലും ഈ അവസ്ഥയിൽ അവർക്കില്ല മുന്നോട്ട് പോയി അത്ര എളുപ്പമല്ല, ദുഷ്കരമാണ് എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫോമായിട്ടും ഇഞ്ചറി കൺസേൺസും ടീമിന്റെ കൺസിസ്റ്റൻസും ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഇപ്പോൾ തിരിച്ചടിയായിട്ടുണ്ട്. 8ാം സ്ഥാനം നൽകുന്ന ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ചാൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്നലെയും അവർ പരാജയപ്പെടുന്ന കാഴ്ചയുണ്ട്. മികച്ച ടീമെത്തിയത് പക്ഷേ വിജയിക്കാൻ മാത്രം പറ്റില്ല. ഇവരുടെ എക്സിക്യൂഷൻ തെറ്റായി പോകുന്നുണ്ട്. പിന്നെ അവർക്ക് ഫോമില്ലായ്മയും ഇഞ്ചറി പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ വരും. പിന്നെ കൂടുതൽ സപ്ലിംഗ് ആണ് ടീം. സീസണിനെ കൂടുതൽ പ്ലേയേഴ്സിന് ഉപയോഗിച്ച ടീം മുംബൈ 21 പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്ന കാഴ്ച കണ്ടില്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ മുംബൈക്ക് ഇപ്പോ ഉണ്ട്. അപ്പൊ ഈ മുംബൈ ഇന്നലെയും 243 റൺസ് അടിച്ചിട്ട് SRH അനായാസമായി ചേസ് ചെയ്ത് പോകുന്ന കാഴ്ച കണ്ടില്ലേ? അപ്പൊ മുംബൈക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ടീമാണ്. അവർക്കുള്ള മുന്നോട്ടുള്ള പോക്ക് അത്ര എളുപ്പമായിരിക്കില്ല. 7ാം സ്ഥാനം നമ്മൾ നൽകുന്ന ടീം CSK ആണ്. CSK കഴിഞ്ഞ കളി പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. പക്ഷേ CSKയുടെ പ്രശ്നം ഒരു ഓവർ ഡിപ്പെൻഡൻസി ആണ് സഞ്ജു സാംസൺ ആണ്. നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സഞ്ജു കളിച്ചാൽ CSK ജയിക്കുന്നു, ഇല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന രീതിയിൽ. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളി അവർ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടില്ല. ജയിക്കുവാത് ഇപ്പോൾ ഫോം ഔട്ടാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കളി ഫിഫ്റ്റി അടിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷെ എന്നാൽ പോലും മറ്റു പ്ലേയേഴ്സൊക്കെ കൺസിസ്റ്റന്റോടെ കളിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കണം. പിന്നെ അത് മാത്രമല്ല, ബൗളിങ്ങിൽ കളിയാകുമ്പോൾ പോയതിനു ശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബൗളിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചാൻസൊന്നും ഇപ്പോൾ CSKക്ക് കാണുന്നില്ല. 6ാം സ്ഥാനം നമ്മൾ നൽകുന്ന ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ്. നമ്മുടെ ഒരുപാട് പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് 4ാമതൊക്കെ ഡൽഹി. പക്ഷെ ഇപ്പോൾ 6ാമത്. എന്തുകൊണ്ട്? അവര് തുടരെ പരാജയപ്പെടുന്ന കാഴ്ച. അത് മാത്രമല്ല, കഴിഞ്ഞ കളിയൊക്കെ പരാജയപ്പെട്ട രീതി ഉണ്ടല്ലോ. 75 റൺസിന് അവർ പരാജയപ്പെട്ടത്. അതിന് 75 റൺസിന് അവരെടുത്തത്. അത് RCB അനായാസമായി ചേസ് ചെയ്ത് പോകുന്ന ഒരു പക്ഷേ ഇമ്പാക്ട് റോളൊന്നും ഇല്ലെങ്കിൽ RCBയുടെ ആ റെക്കോർഡില്ല, നാണക്കെട്ട് റെക്കോർഡ് 49 റൗണ്ട് അത് ഡൽഹി സ്വന്തമാക്കിയാൽ ഇമ്പാക്ട് റോളുള്ളത് കൊണ്ട് മാത്രമാണ് അവർ 75ലേക്ക് പോലും എത്തിയത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഡൽഹിക്ക് വലിയ ചാൻസ് ഇല്ല. പിന്നെ അവർക്ക് MKDക്ക് ഇഞ്ചറി പറ്റത്തില്ല, തിരിച്ചടിയായി പോയി. ബൗളിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർക്ക് അടുത്ത മത്സരം കളിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും സ്റ്റാർക്ക് ഒരുപാട് കാലത്തിന് ശേഷം വരുന്നതാണ്. അദ്ദേഹത്തിന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ അവർക്ക് 264 റൺസ് എടുത്തിട്ട് അവർ പരാജയപ്പെടുന്ന കാഴ്ച. അപ്പൊ അവർക്ക് ബോളിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായ കാര്യമല്ലേ? പിന്നെ നമ്മൾ 5ാം സ്ഥാനം കൊടുക്കുന്നത് GTക്കാണ്. GTക്ക് ഇന്ന് മത്സരം വിട്ട് വിജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ആയിരിക്കും അവർ അവരുടെ സെമി സ്പോട്ട് അവതാളത്തിലേക്ക് വരുന്ന കാഴ്ച കാണും. GT ശരിയാണ്, കഴിഞ്ഞ കളി CSKനെ പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. പക്ഷെ അവർക്ക് ഒരു പ്രശ്നം, അവർക്ക് റാഷിദ് ഖാന്റെ ഫോമിലായും ഒരു പ്രശ്നമായിട്ട് കൊണ്ട് റബാഡയും സിറാജും മികച്ച ഫോമിലാണ്. പക്ഷെ പ്രസിദ്ധ് കൃഷ്ണ ഫോം ഔട്ടിലാണ്, റാഷിദ് ഖാൻ ഫോം ഔട്ടിലാണ്, അശോക് ശർമ്മ ഫോമില്ല. ജെയ്സൺ ഹോൾഡർ ഇപ്പൊ കഴിഞ്ഞ കളി അദ്ദേഹം 2 കളിയെ കളിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കേണ്ടതുണ്ട് ബാറ്റിങ്ങിലും. ഈ 3 പ്ലെയർ കഴിഞ്ഞാൽ മറ്റു പ്ലെയേഴ്സായി ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ വന്നാൽ ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഈ 3 പ്ലെയർ അല്ലാണ്ട് മറ്റാരും മികച്ച ഫോമിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും അവർക്ക് ഒരല്പം കിരീട സാധ്യതയുണ്ട്. 5ാം സ്ഥാനത്താണ് അവരുള്ളത്. 4ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ്. കഴിഞ്ഞ കളി
വമ്പൻ ഫോമിൽ PBKs തകർത്തിട്ടാണ് RR വരുന്നത്. പക്ഷേ രാജസ്ഥാന്റെ കാര്യം അവർക്കൊരു ഇൻകൺസിസ്റ്റന്റ് പ്രശ്നമാണ്. ജയ്സ്വാളും വൈഭവും മികച്ച ഫോമിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഡോണോവൻ തെരഞ്ഞ കഴിഞ്ഞ ഫോമിലേക്ക് വന്നു അവർക്ക് അഡ്വാൻറ്റേജ്. പ്രശ്നം ധ്രുവ് ജുറലും റയാൻ പരാഗിന്റെ ഫോം. ജുറൽ ഇൻകൺസിസ്റ്റന്റ് ആണ്, ചില കളി കളിക്കും ചില കളി കളിക്കാവുന്നില്ല. പരാഗിനി സീസൺ അത്ര മികച്ച സീസൺ ആയിരുന്നില്ല. പിന്നെ ജഡ്ഡുവിടെ ഫോമല്ല, ജഡ്ഡുവിനെ അവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. പിന്നെ ശുഭം ജിബിന്റെ കഴിഞ്ഞ കളി ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന കാഴ്ച കണ്ടില്ല. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ കളിച്ചു. അവരുടെ ബൗളിങ്ങിലേക്ക് ആർച്ചർ എല്ലാ കളിയും എഫക്റ്റീവ് ആണെന്ന് അദ്ദേഹം പവർ പ്ലേയിൽ വിക്കറ്റുകൾ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ നേന്ദ്ര ബർഗറും ബ്രിജേഷും അത്ര മികച്ച ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും കിരീട സാധ്യതയിൽ എഴുതിത്തള്ളാൻ കഴിയില്ല. 4ാം സ്ഥാനം രാജസ്ഥാന് കൊടുക്കുമ്പോൾ 3ാം സ്ഥാനമാണ് നമ്മൾ RCB കൊടുക്കുന്നത്. ഇത്തവണ മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു. അത്രയും മികച്ച ഫോമിലാണ് RCB ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് സീസണിലുടനീളം മികച്ച പ്രകടനം ബാറ്റിങ്ങും ബൗളിങ്ങും കഴിഞ്ഞ കളി ഡൽഹിനെ 75 റൺസിന് ഓൾ ഔട്ട് ആക്കിയിട്ട് അനായാസം വിജയിക്കുന്ന കാഴ്ച കണ്ടില്ലേ. പവർ പ്ലേയിൽ തന്നെ അടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വിരാട് കോഹ്ലിയും നമ്മുടെ ജേക്കബ് പട്ടിക്കലൊക്കെ മികച്ച ഫോമിൽ ഒരു പക്ഷേ ഇന്ന് സാൾട്ട് കളിച്ചേക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. എല്ലാവരും മികച്ച പ്രകടനം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം കൃണാൽ പാണ്ഡ്യയുടെ ഫോം. അദ്ദേഹം ഇപ്പോൾ മികച്ച രീതിയിലാണ് കൃണാൽ പാണ്ഡ്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രകടനമാണ് കൃണാൽ പാണ്ഡ്യയുടേത്. അങ്ങനെ എല്ലാവരും മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബൗളിംഗിൽ ഭുവനേശ്വർ, ഹേസൽവുഡ്, ഭുവി അദ്ദേഹത്തിന്റെ പ്രൈമിലാണുള്ളത്. പവർ പ്ലേയിലും ഡെപ്തിലൊക്കെ അദ്ദേഹം എഫക്റ്റീവാണ്. ഹേസൽവുഡ് മോശമല്ല. രണ്ടുപേരും കൂടി ചേർന്ന് എതിരാളികളെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ കാര്യം മറക്കേണ്ടതില്ല. അപ്പൊ RCBക്ക് നല്ല കിരീട സാധ്യത. അവർക്ക് 3ാം സ്ഥാനം കൊടുക്കുമ്പോൾ 2ാമതാണ് പഞ്ചാബ് കിങ്സ് ഉള്ളത്. എന്തുകൊണ്ട് പഞ്ചാബിന് 2ാം സ്ഥാനം കൊടുക്കുന്നു? ശരിയാണ്, പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ PBKs കഴിഞ്ഞ കളി പരാജയപ്പെട്ടു. ഒറ്റ കളി മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അവർക്ക് ഫസ്റ്റ് ബാറ്റിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് കുറച്ച് അല്പം ബുദ്ധിമുട്ടാണ്. അവരുടെ ബൗളേഴ്സ് ഇപ്പൊ അത്ര മികച്ച ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഷദീപ് സിംഗ് ഫോം ഔട്ടറാണ്. ലോക്കി ഫെർഗൂസൺ കഴിഞ്ഞ കളി മാത്രമേ കളിച്ചു, അദ്ദേഹം ഫോമില്ല. പിന്നെ ബാറ്റിംഗിൽ അവർ മികച്ച ഫോമുണ്ട്. പക്ഷെ ബൗളിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഇപ്പൊ PBKs നമ്മൾ 2ാം സ്ഥാനം കൊടുക്കുന്നു. പക്ഷെ എന്നാലും അയ്യറുടെ കീഴിൽ ഇത്തവണ കന്നി കിരീടം പഞ്ചാബ് എടുത്താൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 1ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്ന ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. അതിന്റെ ഒരു കാരണം ബാക്ക് ടു ബാക്ക് വിന്നിംഗ് ആണ് സാറിച്ച്. തുടരെ 5 കളികൾ വിജയിച്ച് കൺസിക്യൂട്ടീവ് 5 കളി സാറിച്ച് വിജയിച്ച കാഴ്ച അതിലെ 243 റൺസ് മുംബൈ എടുത്തിട്ട് അനായാസം അത് വിജയിക്കുന്ന കാഴ്ച. 8 ബോൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റാണ് സാറിച്ച് വിജയിച്ചത്. ഹെൻറി ക്ലാസിന്റെ ഫോം, അദ്ദേഹം റെഡ് ഹോട്ട് ഫോമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഹെൻറി ക്ലാസിനാണ് ഇപ്പോൾ. അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹം ബാറ്റ് കൊണ്ട് സാറിച്ചിന് റൺസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അദ്ദേഹം ഉണ്ടെങ്കിൽ എതിരാളികൾ അല്പം ബുദ്ധിമുട്ടും വിക്കറ്റ് എടുക്കാനെന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പിന്നെ അഭിഷേക് ശർമ്മ ഹെഡുമൊക്കെ മികച്ച ഫോമിലാണ്. ഓറഞ്ച് ഇപ്പൊ അഭിഷേക് ശർമ്മയുടെ തലയിലാണെന്ന കാര്യം മറക്കേണ്ടതില്ല. ശങ്കിഷാൻ മികച്ച ഫോമിലാണ്. നിതീഷ് കുമാർ റെഡ്ഡി മികച്ച ഫോമിലാണ്. സലീൽ അറോറുടെ ഫിനിഷിംഗ് ടച്ച് എടുത്തു പറയണം. അവര് ടീം വർക്ക് മികച്ച രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. പാറ്റ് കമ്മിൻസിന്റെ ക്യാപ്റ്റൻസി നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ. പിന്നെ ഷാൻ മല്ലിംഗയുടെ ബൗളിംഗ് പ്രകടനവും എടുത്തു പറയണം. സെറച്ച് ഇത്തവണ കിരീടത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. പാറ്റ് കമ്മിൻസിന് കീഴിൽ അവർ 2ാം കിരീടം സ്വന്തമാക്കുമെന്നാണ് അവരുടെ ആരാധകർക്ക് വിശ്വസിക്കുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. 10ാം സ്ഥാനത്ത് LSG, 9ാമത് KKR, 8ാമത് മുംബൈ, 7ാമത് CSK, 6ാമത് DC, 5ാമത് GT, 4ാമത് രാജസ്ഥാൻ, 3ാമത് RCB, 2ാമത് PBKs, 1ാമത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇതാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.